വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നതായിരുന്നു കഴിഞ്ഞ തവണ നിയമസഭയിൽ ഇടതുമുന്നണി ഇറക്കിയ സ്ഥാനാർത്ഥി പട്ടിക. പ്രത്യേകിച്ച് CPM-ഉം CPI-യും, അതായത് പരിചയസമ്പന്നരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ ടേം വ്യവസ്ഥകൾ നടപ്പിലാക്കിക്കൊണ്ട് ഇനി മുതൽ 2 വർഷമാണ്, 2 ടേമാണ് ഒരാൾക്ക് തുടർച്ചയായി മത്സരിക്കാനുള്ള സാഹചര്യം. അങ്ങനെ ഒഴിവാക്കപ്പെട്ടത് ഒരു വലിയ നിര തന്നെയാണ്. തോമസ് ഐസക്, G. സുധാകരൻ, അങ്ങനെ വമ്പൻ നിര തന്നെ കഴിഞ്ഞ തവണ ഒഴിവാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതായിരുന്നു നീക്കം. അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇനി 2 ടേം എന്നതും ആ വ്യവസ്ഥയാണ് ഇനി ഉണ്ടാവുക. 2 ടേമിലായിരിക്കും മത്സരിക്കുക എന്നത്. പക്ഷേ ആ രീതി CPM മാറ്റുകയാണ്. ഇത്തവണ വലിയ ഇളവുകളാണ് ടേം വ്യവസ്ഥയിൽ ഉണ്ടാക്കുക. ഈ നീക്കം പക്ഷേ ഉണ്ടാക്കുന്നത് മറ്റൊരു സാഹചര്യമാണ് എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല, യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കുമുള്ള അവസരം ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പിടി യുവ നേതാക്കൾ, DYFIയുടെയും ഇടതുപക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾ CPM-ൻ്റെയൊക്കെ സ്ഥാനാർത്ഥികളായി വരുമെന്നതാണ്. പക്ഷേ അത് ഇത്തവണ കാര്യമായ പ്രതീക്ഷ വേണ്ട എന്നതാണ് ലഭ്യമാവുന്ന സൂചനകൾ. മറ്റൊന്നുമല്ല, ടേം വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ MLA-മാർ തന്നെ അല്ലെങ്കിൽ പരിചയസമ്പന്നർ തന്നെ കൂടുതലായി ഉൾപ്പെടുത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പുതുമുഖങ്ങൾക്ക് ഇത്തവണ നിരാശയുണ്ടാവും. പക്ഷേ ചിലരെയൊക്കെ ഉൾപ്പെടുത്തിയേക്കാം. എന്താണ് CPM-ൻ്റെ ഈ നീക്കം? നമുക്ക് നോക്കാം. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, പ്രധാനമാണ്. അരുൺ, നമുക്കറിയാം CPM കഴിഞ്ഞ തവണത്തെ നിയമസഭയിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ വമ്പൻ മാറ്റങ്ങളായിരുന്നു. ആ മാറ്റങ്ങൾ ഇത്തവണ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് ആർക്കൊക്കെയുള്ള അവസരങ്ങളാണ്? ഇത്തവണ പുതുമുഖങ്ങളെ കാര്യമായി ഈ പട്ടികയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണോ? സഹിത്ത് കഴിഞ്ഞ തവണത്തെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക, പ്രത്യേകിച്ച് CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ യുവാക്കൾക്ക്, പുതുമുഖങ്ങൾക്ക് നൽകിയ അവസരമായിരുന്നു. ഒരു നിര മുതിർന്ന നേതാക്കളെ, പരിചയസമ്പന്നരെ, EP ജയരാജനും AK ബാലനും തോമസ് ഐസക്കും G. സുധാകരനും അടക്കമുള്ള യുവ നേതാക്കളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് യുവാക്കൾക്ക് ആ സീറ്റുകളിൽ അവസരം നൽകുകയായിരുന്നു CPM ചെയ്ത്. പലയിടത്തും അത് വലിയ വിജയമായി മാറുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുമ്പോൾ. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത് കാര്യമായ ഗുണം പാർട്ടിക്ക് ഉണ്ടാക്കിയോ എന്ന സംശയം CPM കേന്ദ്രങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മന്ത്രിസഭാ രൂപീകരണ വേളയിലും അതുപോലെ തന്നെ മന്ത്രിമാരായ ശേഷവും അല്ലെങ്കിൽ MLA-മാർ നിലയിലുള്ള പെർഫോമൻസും ഒക്കെ ആ രീതിയിൽ ഗുണം ചെയ്യുന്ന സംശയം CPM-നുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെ പുതുമുഖങ്ങൾക്ക് അവസരം കുറയുമെന്ന ഒരു ആശങ്കയ്ക്ക് കാരണം സിറ്റിംഗ് MLA-മാരിൽ പരമാവധി ആളുകൾ മത്സരിക്കണം. ആ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ അതുതന്നെയാണ് ഏറ്റവും അനുയോജ്യമെന്ന് CPM കരുതുന്നു. അങ്ങനെയല്ല, അവിടെ നിലവിലെ MLA-മാർക്കെതിരെ കടുത്ത വികാരമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമാകും അവിടെ പുതുമുഖങ്ങളെ പരിഗണിക്കുക. അങ്ങനെ വരുമ്പോഴും ചില സീറ്റുകളിൽ ആളുകളെ പരിഗണിച്ചേ മതിയാകുന്ന സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് തൃക്കരിപ്പൂരിൽ പുതിയ MLA, പുതിയ ആൾ തന്നെ വരേണ്ടതുണ്ട്, പുതിയ സ്ഥാനാർത്ഥി തന്നെ വരേണ്ടത്. അവിടെ VV രമേശൻ, അദ്ദേഹം DYFIയുടെ മുൻ നേതാവാണ്, ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. രമേശന്റെ പേരും അതുപോലെ തന്നെ VPP മുസ്തഫയുടെ പേരും അവിടെ സജീവമായി ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നു. ഇതിലൊരാൾ അവിടെ മത്സരിക്കാൻ തന്നെയാണ് എല്ലാ സാധ്യതയും. നിലവിലെ MLA ജില്ലാ സെക്രട്ടറിയായി അവിടെ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ M. രാജഗോപാലിന് പകരം ഈ പുതിയ ഒരു പേര് പരിഗണിച്ചേ മതിയാകൂ CPM. അങ്ങനെ അനിവാര്യമായ ഇടങ്ങളിൽ പുതിയ ആളുകൾ വരുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിൽ VK സനോജ്, കണ്ണൂർ നിയമസഭാ സീറ്റ് CPM ഏറ്റെടുക്കുകയാണ്. ഒരുപക്ഷെ M. ഷാജർ, MV നികേഷ് കുമാറിന്റെ പേര് തളിപ്പറമ്പിൽ പറഞ്ഞു കേൾക്കുന്നു. ജോൺ ബിട്ടാസ് ഒരുപക്ഷെ ഇരിക്കൂറോ പേരാവൂറോ ഒക്കെ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ പുതിയ പേരുകൾ ഒരുപക്ഷെ വളരെ പരിചയസമ്പന്ന നേതാക്കളാകാം. അങ്ങനെയെങ്കിലും പുതിയ ആളുകൾ അവിടെ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കോഴിക്കോട് അതുപോലെ തന്നെ വസീഫ് കൊയിലാണ്ടിയിൽ കാനത്ത് ജമീലേക്ക് പകരം അവിടെ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അവിടെ വസീഫിന്റെ പേര് സജീവമായി തന്നെയുണ്ട്. SK സജീഷിന്റെ പേര് അവിടെ ഉണ്ട്. പക്ഷേ അവിടെ TP രാമകൃഷ്ണൻ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞെങ്കിലും നിലവിലെ സാഹചര്യത്തിലൂടെ ഒരുപക്ഷെ പേരാമ്പ്ര നിലനിർത്തണമെങ്കിൽ TP തന്നെ വേണ്ടിവരുമെന്നൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെയെങ്കിൽ സജീഷിന് അവിടെ അവസരം ഇല്ലാതാകും. ഇല്ലെങ്കിൽ SK സജീഷ് സജീവമായി പരിഗണിക്കപ്പെടുന്ന പേരാണ്. മുസാഫർ അഹമ്മദ്, കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് CPM ഉയർത്തിക്കാട്ടിയ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിനോട് വിജയിച്ചു വരാൻ കഴിഞ്ഞാൽ മുസാഫർ അഹമ്മദിന് ഒരുപക്ഷെ വീണ്ടും പരിഗണിച്ചേക്കാം. PK ദിവാകരൻ എന്ന മുതിർന്ന നേതാവ് വടകര CPM ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജനതാദളിന്റെ സീറ്റാണത്, അത് CPM വടകര സീറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഒരുപക്ഷെ PK ദിവാകരൻ എന്ന മുതിർന്ന നേതാവിനെ അവിടെ KK രമയ്ക്കെതിരെ മത്സരം കത്തിറക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് TP
ചന്ദ്രശേഖരുമായി അടുത്ത ബന്ധമാണ്, വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന നേതാവാണ്. ആ രീതിയിൽ വളരെ സ്വീകാരനായ മേഖലയിൽ വളരെ സ്വീകാര്യ നേതാവാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയൊക്കെ CPM ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. PK ദിവാകരൻ, അങ്ങനെ ഉള്ള ചില പേരുകൾ കോഴിക്കോടും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുതിർന്ന നേതാവായ പൊളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവൻ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിച്ചേക്കുമെന്ന വിവരം വളരെ സജീവമായി തന്നെയുണ്ട്. അഭ്യൂഹങ്ങൾക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. 2 മണ്ഡലങ്ങളാണ് പരിഗണനയുള്ളത്. ഒന്ന് ഇരിങ്ങാലക്കുടയാണ്. അവിടെ R. ബിന്ദുവാണ് ഇപ്പോൾ അവിടുത്തെ MLA, മന്ത്രിയാണ്. ഒരുപക്ഷെ അവർ മാറി നിന്നാൽ അവിടെ ഇരിങ്ങാലക്കുട ആകാം വിജയരാഘവൻ വരിക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ പൊന്നാനിയിൽ നന്ദകുമാറിന് പകരം ഒരുപക്ഷെ വിജയരാഘവനെ ഇറക്കിയേക്കാം. അങ്ങനെ പല പേരുകൾ ആ മേഖലകളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കൊല്ലത്ത് SR അരുൺ ബാബു, ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ കൂടിയായ DYFIയുടെ നേതാവ് SR അരുൺ ബാബുവിന്റെ പേരുണ്ട്. അവിടെ കൊല്ലത്ത് തന്നെ S. ജയമോഹൻ ജില്ലാ സെക്രട്ടറിയുടെ പേര് സജീവമായി മുകേഷിന് പകരം അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏണസ്റ്റ് മുൻ മേയർ അവിടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരാം. അങ്ങനെ പല ജില്ലകളിലും പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ പട്ടികയിൽ കുറവ് വരാൻ തന്നെയാണ് സാധ്യത. അതിന് കാരണം തുടർഭരണത്തിൽ തുടർച്ച എന്ന വലിയ ലക്ഷ്യമാണ് ഇടതുമുന്നണി മുന്നിൽ വയ്ക്കുന്നത്. നേരത്തെയൊക്കെ അത് അനായാസമെന്ന് കരുതിയിരുന്നെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ആ ചിത്രം ആകെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ MLA-മാരെ പരമാവധി മത്സരിപ്പിക്കാൻ തന്നെ CPM തീരുമാനമെടുത്തേക്കും. ആ രീതിയിലാണ് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും അതിൽ ഈ മാസം അവസാനം ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും ഈ അടുത്ത ആഴ്ച ചേരാൻ പോകുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെയൊക്കെ തീരുമാനങ്ങൾ വളരെ നിർണായകമാകും. ഏതായാലും പുതുമുഖങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ പോലെ അവസരമുണ്ടാകുന്ന ഒരു പട്ടിക ആകാൻ സാധ്യതയില്ല. ഇതിനിടെ തന്നെ ഒരുപക്ഷെ പൊതു സ്വതന്ത്രരെയും ഒക്കെ CPM പല മണ്ഡലങ്ങളിലും ഈ പുതുമുഖങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി മത്സരരംഗത്ത് കിടക്കാനും ആലോചനയുണ്ട്. എന്തായാലും അതാണ് CPM-ന്റെ ആലോചനകൾ. അരുൺ സൂചിപ്പിക്കുന്നത് പോലെ ഇത്തവണ പതിവ് മാനദണ്ഡങ്ങൾ മാറുന്നു. അതുകൊണ്ട് തന്നെ ആ നീക്കങ്ങൾ CPM-ന്റെ പട്ടികയിൽ ചില മാറ്റങ്ങൾക്കും ഇടവച്ചേക്കാമെന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.